തീറ്റപ്പുൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം. കണ്ണൂർ ASP ആണ് DYSP ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയത്. ജില്ലയെ കാലിത്തീറ്റ ലഭ്യതയിൽ സ്വയം പര്യാപ്തമാക്കുക ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് ഉത്തരവിൽ പറയുന്നു. തീരുമാനത്തിനെതിരെ പോലീസ് സേനയിൽ അമർഷമുണ്ട്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ഫെലിക്സ്, ഈ പോലീസിന് തീറ്റപ്പുൽ കൃഷിയുമായി എന്താണ് ബന്ധം? എന്തിനാണ് കണ്ണൂർ ASP DYSP ഓഫീസുകൾക്ക് തീറ്റപ്പുല്ല് നട്ടുവളർത്താൻ ഉത്തരവ് നൽകിയത്? അഭിലാഷ്, അത് തന്നെയാണ് പോലീസുകാരും ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കണ്ണൂർ ASP സജേഷ് വാഴവെളുപ്പിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണൂർ ജില്ലാ വികസന സമിതി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനത്തിൽ കളക്ടർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുന്നത് എന്നതാണ് ഇതിൽ ASP പറയുന്നത്. ആ ഉത്തരവിൽ ഇങ്ങനെയാണ്: അതായത് കണ്ണൂർ ജില്ലയെ കാലിത്തീറ്റ ലഭ്യതയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ഈ തീറ്റപ്പുൽ കൃഷി വേണം. അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ആ നിർദ്ദേശം നൽകിയിട്ടുള്ളത് DYSP ഓഫീസുകൾക്കാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ സ്ഥലം കണ്ടെത്തി അറിയിക്കണം എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസുകാർ തന്നെ ചോദിക്കുന്നത് എന്താണ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. ഒന്നാമത് തീറ്റപ്പുല്ലും പോലീസും തമ്മിൽ എന്ത് ബന്ധമെന്നറിയില്ല. മാത്രമല്ല, വലിയ ജോലി പോലീസ് സേനയിൽ ഇപ്പോൾ തന്നെയുണ്ട്. അതിന് പുറമെ ഈ ജോലി കൂടി, ഈ സ്ഥലം കൂടി കണ്ടെത്തുക എന്ന ദൗത്യം കൂടി തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരിക എന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഫെലിക്സ്, എന്തായാലും പോലീസ് ഇനിയിപ്പോ പുല്ല് വളർത്തലും പശുവിനെ വളർത്തലും ഒക്കെ തുടങ്ങുമോ എന്ന് ആരും ആശങ്കപ്പെടേണ്ട. ജില്ലാ വികസന സമിതിയുടെ യോഗത്തിൽ വരുന്ന നിർദ്ദേശം ഈ ACP DYSP ഓഫീസുകൾ മുഖേന നടപ്പാക്കി എന്നുള്ളതേ ഉള്ളൂ. പോലീസ് പശുവിനെ വളർത്താൻ പോകുന്നില്ല എന്ന് തോന്നുന്നു.